എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. DJI എന്നൊരു ബ്രാൻഡിൻ്റെ പുതിയൊരു ചെറിയ ഡ്രോൺ വന്നിട്ടുണ്ട്. മിനി 4 Pro എന്ന് പറഞ്ഞിട്ടൊരു ഡ്രോൺ. ഈ വീഡിയോ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നതെന്നറിയാം. ബെറ്റർ ലേറ്റ് ദെൻ നെവർ എന്നാണല്ലോ, അതുകൊണ്ട് പിന്നെ ഇപ്പം തന്നെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഡ്രോണിൻ്റെ ഇൻഷുറൻസ് ഉണ്ട് DJIന് സ്വന്തമായിട്ട്. നിങ്ങളൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക, കാരണം ഡ്രോൺ ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ ഡ്രോണിൻ്റെ സംഭവത്തിൽ പോവുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ മുമ്പ് വന്ന മിനി 3നെ കുറിച്ച് കമ്പയർ ഒക്കെ ചെയ്ത് ചില പോയിൻറ്റ്സും ഞാൻ പറയുന്നതായിരിക്കും. ഈ സീരീസ്, അതായത് മിനി സീരീസ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോബിയിസ്റ്റ് ഡ്രോൺ ആയിട്ടാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ആയത്. പിന്നെ ഇപ്പോൾ അത് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഇപ്പോൾ പ്രോ ലെവലിലോട്ടായിട്ടുണ്ട്. മിനി 3ലും ഇപ്പോൾ മിനി 4 Proയിലും. ഇതിൻ്റെ മെയിൻ ആകർഷണം എന്ന് പറയുന്നത് ഇത് റെഗുലേഷൻ ഫ്രണ്ട്ലി ആണ്. അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ ലൈസൻസ് വേണ്ട ഈ ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എവിടെ വേണോ കൊണ്ടുപോകാം. ഇപ്പോൾ ട്രാവൽ ചെയ്യണമെങ്കിൽ കൊണ്ടുപോകാം. മാക്സിമം എല്ലാ കൺട്രിയിലും ഇത് പറത്തേണ്ട പെർമിഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യപ്പം എയർപോർട്ടിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. കാരണം ഇത് 250 ഗ്രാമിൻ്റെ താഴെയാണ്, 249 ഗ്രാമാണ് ഇതിൻ്റെ ബാറ്ററി എല്ലാം ചേർത്ത്. പിന്നെ മിനി 4 Proയിന് HDR വീഡിയോ 60 FPS എടുക്കാൻ പറ്റും. 4K വന്നിട്ട് 100 FPS വരെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ 1080pയിൽ 200 FPS വരെ എടുക്കാൻ പറ്റും. ഇതിൻ്റെ മുമ്പത്തെ മിനി 3ലാണെങ്കിൽ 1080pയുടെ 100 FPS വരെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അവർ കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്, സ്ലോ മോഷൻ സെറ്റപ്പ് ആക്കി. പിന്നെ അടുത്ത് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ omnidirectional സെൻസറാണ്. അതായത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് 360 ഡിഗ്രി സെൻസറുകളുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും മാക്സിമം മരത്തിൻ്റെ ഇടയിലോ അങ്ങനെ ഒന്നൊക്കെ ആവാണ്ട് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഈ ഡ്രോണും ഉണ്ട്. പിന്നെ ഈ മിനി 4 Proയിനാണെങ്കിൽ 34 മിനിറ്റത്തെ ഫ്ലൈറ്റ് ടൈം ഉണ്ട്. ഓപ്ഷനായിട്ട് നമുക്ക് ബാറ്ററി പ്ലസ് മേടിക്കാം. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ 45 മിനിറ്റ് ഫ്ലൈറ്റ് ടൈം കിട്ടും. ഈ മിനി 4 Proയിന് അഡ്വാൻസ് പൈലറ്റ് അസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇതിനിപ്പോൾ ഇതിൻ്റെ AI സംഭവങ്ങളൊക്കെ കുറച്ച് കിടലാണ്. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോകണമെങ്കിൽ അത് നമ്മളെ സ്കാൻ ചെയ്ത് നമ്മളെ തന്നെ ആ ഫ്രെയിമിൽ വെച്ചേക്കും. ഇതിൻ്റെ ക്യാമറ മിനി 3യും മിനി 4ഉം തമ്മിൽ സെയിം ആണ്. പക്ഷേ ഇതിൻ്റെ ഇമേജ് സിഗ്നൽ പ്രോസസ്സിങ്ങിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൺസെറ്റ്, നൈറ്റ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിക്കൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യും പഴയതിനെക്കാട്ടിലും. പിന്നെ ഡ്യുവൽ നേറ്റീവ് ISO ഇതിലുണ്ട്, അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ എഡിറ്റർമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം 10-bit ഡീലോഗ് ഉണ്ട്. ഇതിൽ വെർട്ടിക്കൽ വീഡിയോ ഓപ്ഷൻ ഉണ്ട്. വെർട്ടിക്കൽ വീഡിയോ ഓപ്ഷൻ മിനി 3നും ഉണ്ടായിരുന്നു, അതിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ സീൻ റെക്കഗ്നേഷൻ ബെറ്റർ ആയിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ AI ടെക്നോളജിയൊക്കെ വെച്ചിട്ട് സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും, ഗ്രാസ് നല്ല പച്ചപ്പായിട്ട് കിട്ടും, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ട്. പിന്നെ ഇതിലിപ്പോൾ പുതിയ സാധനമായിട്ട് ആക്റ്റീവ് ട്രാക്ക് 3 ഉണ്ട്. അപ്പോൾ മിനി 3ലാണെങ്കിൽ 2 വഴിയേ പോകാൻ പറ്റത്തുള്ളൂ. ഇതിൽ 360 ആക്റ്റീവ് ട്രാക്ക് 360 ഉണ്ട്. പിന്നെ ഇതിലുള്ള വേറൊരു സ്പെഷ്യൽ ഫീച്ചർ, നമുക്ക് പ്രീ പ്ലാൻഡ് ആയിട്ട് മൂവ്മെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞു പോകണമെന്ന് വെച്ചാൽ നമ്മൾ ആ പാത്ത് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ റെക്കോർഡ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡ്രോണ് ഈ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ പാത്ത് പോകും. അപ്പം നമുക്ക് നമ്മളെ വേറെ ആരോ വീഡിയോ എടുക്കുന്ന പോലെ തോന്നും. അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു അതിഭീകര അപ്ഡേറ്റ് എന്ന് പറയുന്നത് മിനി 4ന് 20 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. നേരത്തെ മിനി 3ന് 12 കിലോമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അതും നല്ലതായിരുന്നു. 20 കിലോമീറ്റർ കുറച്ചുകൂടെ ബെറ്റർ. അതായത് ഇപ്പോൾ അടുത്തൊക്കെ ഇരുന്നാലും സിഗ്നൽ നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇതിൽ ക്രൂസ് കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ കാറിലൊക്കെ ഉള്ള പോലത്തെ ക്രൂസ് കൺട്രോൾ സെറ്റപ്പാണ്. ഇപ്പോഴത്തെ അതിൽ റിട്ടേൺ ടു ഹോം ഫീച്ചർ വന്നിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇതിൻ്റെ താഴെ ഒരു ഓക്സിലറി ലൈറ്റ് ഉണ്ട്. അപ്പോഴത്തേക്ക് രാത്രിയൊക്കെ ഡ്രോൺ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് നോക്കാം. അങ്ങനെ ഒരു പുതിയ സാധനമുണ്ട്. പിന്നെ വേറൊരു സംഭവം, നൈറ്റ് ടൈമിൽ ലൈറ്റ് പെയിൻറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാം. ശരി, അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഈ മിനി 4 Proയിനെ കുറിച്ച്.
നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്കോ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. അതായത് ഇതിൻ്റെ വില നോക്കിയപ്പം ദുബായ് വെബ്സൈറ്റിൽ 4099 എന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 4200 4300 ദിറംസ് വരെ ആവുമായിരിക്കും പുറത്തു നിന്ന് മേടിക്കാൻ. ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. യു നോ വാട്ട് ടു ഡു. You know what you have to do. അപ്പോൾ ഓക്കെ, എന്നാൽ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.